ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ബ്രെഡ് മസാല സ്നാക്കാണ്. ഈ റെസിപ്പി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഇതിന് വേണ്ട സാധനങ്ങൾ: ബ്രെഡ് 6 സ്ലൈസ് എടുത്തിട്ടുണ്ട്, എണ്ണ 2 ടേബിൾ സ്പൂണ്, ബട്ടർ 1 ടേബിൾ സ്പൂണ്, കിഴങ്ങ് 2 ഇതുപോലെ ഞാൻ കട്ടിയില്ലാതെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, വലിയ ഉള്ളി 3 നീളത്തിലരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 സ്പൂണ്, മുളക് പൊടി 1/2 സ്പൂണ്, നിങ്ങൾ എരിവിനനുസരിച്ച് ചേർക്കണം, മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്. ഇപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ എണ്ണ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് കിഴങ്ങ് ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് മൂടി വെച്ച് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കിഴങ്ങ് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഉള്ളിയും നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. പിന്നെ മസാലപ്പൊടികളും ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒരു 2 മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ മസാല നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് ഇതുപോലെ മസാല ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വേറൊരു സ്ലൈസ് എടുത്തിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കണം. ഇതുപോലെ നമുക്ക് എല്ലാ സ്ലൈസിലും മസാല ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ എല്ലാ ബ്രെഡ് സ്ലൈസിലും മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബട്ടർ നല്ല പോലെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ബ്രെഡ് സ്ലൈസ് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഒരു സൈഡ് നല്ല പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും നല്ല പോലെ ടോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഇത് ചൂടോട് കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.